ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരുടെ ആരോഗ്യ സൗഖ്യത്തിനും സന്തോഷത്തിനും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ എല്ലാവരും വൈകാശി വിശാഖമൊക്കെ അവരാൽ കഴിയുന്ന രീതിയിൽ പ്രാർത്ഥിച്ചു, അതിൻ്റെ പൂജകളൊക്കെ ചെയ്തു എന്ന് ഞാൻ കരുതുന്നു. എനിക്കിത് ഓരോ വീഡിയോയ്ക്കും തരുന്ന സപ്പോർട്ടിന് ഹൃദയം നിറഞ്ഞ സ്നേഹവും നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. നമ്മളപ്പോൾ ധാരാളം ന്യൂസുകളിൽ എന്നും കാണുന്നതാണ് ഈ കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കി കളയുന്നത്, കുഞ്ഞുങ്ങളെ മരണത്തിന് വിട്ടുകൊടുക്കുന്നത്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ നശിപ്പിച്ച് കളയാൻ തീരുമാനിക്കുന്ന ഓരോ അമ്മമാർക്കും വേണ്ടി ഉള്ളതാണ് ഈ വീഡിയോ. അതായത് നമ്മൾ ഒരു പെൺകുട്ടി വിവാഹിതയായാൽ അത് പിന്നീട് ഒരു കുഞ്ഞിൻ്റെ അമ്മയായി കഴിഞ്ഞാൽ ആ വ്യക്തി ഒരു ഭാര്യ മാത്രമല്ല, ഒരമ്മ കൂടിയാണെന്നുള്ള കാര്യം ഓരോരുത്തരും മറക്കാതിരിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ചോരയാണ്. അപ്പോൾ അവരെ നോക്കേണ്ട എല്ലാ ഉത്തരവാദിത്വവും അച്ഛൻ്റെയും, അതായത് വിവാഹം കഴിക്കുന്ന പുരുഷൻ്റെയും സ്ത്രീയുടെയും ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒരുപാട് പേര് ഓടി ഒളിക്കുന്നുണ്ട്. ചിലരൊക്കെ മക്കളെ ഉപേക്ഷിച്ച് തന്നെ പോകുന്നുണ്ട്. മറ്റു ചിലരാകട്ടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു, അതിനെ കൊല്ലാൻ ശ്രമിക്കുന്നു, കൊല്ലുന്നു. ഇങ്ങനെ ഓരോ വാർത്തകളായിട്ടാണ് നമ്മൾ ഓരോ ദിവസവും ന്യൂസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലൊക്കെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ വാക്കുകളില്ല. ഇപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മളൊരിക്കൽ ഒരു വിവാഹം കഴിച്ച് നമ്മളൊരു ഭാര്യയായി, ഓക്കെ, അതിൽ നമ്മൾ അൺസക്സസ്ഫുൾ ആയിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഡിവോഴ്സിയോ അങ്ങനെ എന്തെങ്കിലും ആകേണ്ട സാഹചര്യം വന്നാൽ അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരെ കൂടി ഉപേക്ഷിച്ച് കളയുക എന്നൊരിക്കലും അല്ല. ഒരു അമ്മ എന്ന് പറയുന്നതിന് അന്നും ഇന്നും ഈ ഭൂമി നിലനിൽക്കുന്ന അത്രയും കാലം അത്രയേറെ വിലയുള്ള ഒരു വാക്കാണ്. അതിന് വരെ നാണം കെടുത്തുന്ന, ആ പദത്തിന് വരെ നാണക്കേടുണ്ടാക്കുന്ന ഒരുപാട് പ്രവൃത്തികൾ ഇന്ന് അമ്മമാർ ചെയ്യുന്നുണ്ട്. എല്ലാവരും അല്ല, ചില അമ്മമാർ മക്കൾക്ക് വേണ്ടി ജീവിതം തന്നെ മാറ്റിവെക്കുന്ന അമ്മമാരാണ് നമ്മൾ കണ്ടു വളർന്നത്. നമ്മളും അത്തരത്തിലുള്ള അമ്മമാരാകാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ ഇവിടെ പല കുഞ്ഞുങ്ങളെയും അമ്മമാർ വേണ്ടെന്ന് വലിച്ചെറിയുന്നു, അല്ലെങ്കിൽ ഉപേക്ഷിക്കുന്നു, അല്ലെങ്കിൽ ഇവർ ഒരു വിവാഹത്തിൽ പരാജയപ്പെടുമ്പോൾ മറ്റൊരു വിവാഹം കഴിക്കുമ്പോൾ രണ്ടാനച്ഛൻ്റെ ക്രൂരതകൾക്ക് അവർ വശപ്പെടേണ്ടി വരുന്നു. പ്രത്യേകിച്ച് പെൺകുട്ടിയാണെങ്കിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് വഴിവെക്കുന്നതാണ്. എല്ലാ രണ്ടാം വിവാഹവും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഒരു സ്ത്രീ ഭാര്യയായി പിന്നീട് ഒരമ്മയായി മാറിക്കഴിഞ്ഞാൽ അമ്മ എന്ന് പറയുന്നതിൻ്റെ റെസ്പോൺസിബിലിറ്റി വളരെ വലുതാണ്. നമ്മൾ പലതും പറയും, നിങ്ങൾ നന്നായിട്ട് നോക്കാം, അങ്ങനെ എങ്ങനെയാണെന്ന്. പക്ഷെ നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം നമുക്ക് മക്കളുണ്ടെങ്കിൽ അവരെ ഒരു നിലയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. അപ്പോൾ ഇതിനോട് യോജിക്കാത്തവരും ഉണ്ടാകും. മക്കൾ വളർന്നു കഴിയുമ്പോൾ അവരവരുടെ വഴി നോക്കി പോകും. അപ്പോൾ നമുക്കതിൽ കാര്യമില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷേ മക്കൾ വഴി നോക്കി പോകുന്ന ഒരു ടൈം വരെ ഉണ്ടല്ലോ, ആ ടൈം വരെ അവരെ വളർത്തി അവർക്ക് സ്വന്തം കാലിൽ ഒന്ന് നിൽക്കാൻ, അറ്റ്ലീസ്റ്റ് ഒരു 10-18 വയസ്സ് വരെയെങ്കിലും അവർക്ക് എഡ്യൂക്കേഷൻ കൊടുത്ത് അവർക്ക് നിൽക്കാനൊരു അവസരം കൊടുത്ത് അവരെ അനാഥരാക്കാതെ നമ്മൾ അവരെ സംരക്ഷിക്കേണ്ടതായ ബാധ്യത അമ്മമാർക്കുണ്ട്. അച്ഛൻ പോയെന്ന് വിചാരിച്ച അമ്മയുണ്ട്, അമ്മയാണെല്ലാം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ ഓരോ പെൺകുട്ടിയും അത്തരത്തിലുള്ള തീരുമാനമെടുക്കുക. തെറ്റായ ഒരു തീരുമാനങ്ങളും ആരും എടുക്കാതിരിക്കുക. നമ്മുടെ മക്കളെ നമ്മൾ വളർത്തി അവർക്ക് വേണ്ടി ജീവിച്ച് അവരൊരു നിലയിലെത്തുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടേതായ ഒരു തീരുമാനമെടുത്ത് സ്വന്തം ജീവിതം നോക്കണമെന്നുണ്ടെങ്കിൽ നോക്കാം. പക്ഷേ ഈ രണ്ടാനച്ഛൻ്റെ കൈകളിലേക്കൊന്നും ഒരിക്കലും നമ്മുടെ മക്കളെ ഇട്ടുകൊടുക്കാനായിട്ട് ആരും ശ്രമിക്കരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അതിന് രണ്ടാനച്ഛനെന്നല്ല, സുഹൃത്ത്, അമ്മയുടെ സുഹൃത്ത്, എത്ര നാണം കെട്ട പദമാണല്ലേ. അങ്ങനെ ഇത്രയും നാണം കെട്ട ഒരു സ്ത്രീക്ക് ജീവിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് വരെ നമ്മൾ ചിന്തിച്ചു പോകുന്ന കാലമാണ്. ഓക്കെ എന്ന് വിചാരിച്ച് രണ്ടാം വിവാഹത്തിനെ ഞാൻ എതിർത്ത് പറയുന്നതല്ല, ഇഷ്ടമുള്ളവർക്കാകാം. പക്ഷേ അത് നമ്മുടെ മക്കളെ കളഞ്ഞുകൊണ്ടാകരുത്. നമ്മൾ ഒരു സുഹൃത്തിനെയോ അല്ലെങ്കിൽ വെളിയിൽ നിന്നുള്ള ആരെയെങ്കിലുമോ നമ്മുടെ കുടുംബത്തിനകത്തേക്ക് കൊണ്ടുവരേണ്ടത് എന്നുകൂടി പറയാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ വാർത്തകളിൽ കണ്ണീരണിയിക്കുന്ന ഓരോ കുഞ്ഞു മക്കളുടെ കഥ നമ്മൾ കാണുന്നതാണ്. ഇന്നും ഞാനൊരു വാർത്തയിൽ ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഒരു കുഞ്ഞിന് സംഭവിച്ച ദാരുണമായ സംഭവം
വായിച്ചു. അപ്പോൾ എനിക്ക് തോന്നി ഈ വീഡിയോ ഏറ്റവും കൂടുതൽ ഇപ്പോൾ റെലവൻ്റ് ആണെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഇതിനെക്കുറിച്ച് ധാരാളം പറയാനുണ്ട്. അപ്പോൾ ഓരോ അമ്മമാരും നമ്മുടെ മക്കളെ ചേർത്ത് പിടിക്കുക. അവരെ നടു റോഡിലേക്ക് അനാഥത്വത്തിൻ്റെ പെരുവഴിയിലേക്ക് വലിച്ചെറിയരുത്. അവർക്കും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമ്മളാണ് അവർക്ക് ഈ ഭൂമിയിലേക്ക് ജന്മം കൊടുത്തു കൊണ്ടുവന്നത്. അപ്പോൾ അവരെ നമ്മുടെ മരണം വരെ സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. അറ്റ്ലീസ്റ്റ് അവർക്കൊരു തിരിച്ചറിവാകുന്ന കാലം വരെയെങ്കിലും നിങ്ങളൊരു സപ്പോർട്ടായി അവരോടൊപ്പം ഉണ്ടായിരിക്കണം. അത് എൻ്റെ ഒരു അപേക്ഷയാണ്. അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനും ഒന്നുകൂടി സ്നേഹം അറിയിച്ചുകൊണ്ട് വീണ്ടും കാണാം. ലവ് യു ഓൾ.